റിവ്യൂ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. കുക്കറിൻ്റെ വിസിലടിക്കണ്ട്, കാര്യമാക്കണ്ട, നിൽക്കണില്ലല്ലോ. നാളെ സ്റ്റാർട്ട് ചെയ്യും മെയ് 10th. നമ്മുടെ ഹാപ്പി ഹസ്ബൻഡ്സിലെ മറ്റേ സലീം കുമാർ ഇല്ലേ, പുള്ളി മുടിയിട്ട് കാണിക്കണ പോലെ എനിക്ക് ഈ മുടിയിട്ട് കാണിക്കുമ്പോൾ തോന്നണം. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മുടെ നൈക്കിയിൽ പിങ്ക് സമ്മർ സെയിൽ സ്റ്റാർട്ട് ആവാനുണ്ടോ. അപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കാതിരിക്കണവരാണെങ്കിലും പെട്ടെന്ന് വാങ്ങിച്ചോ. പ്രൈസിന് നല്ല ഡിഫറൻസ് ഉണ്ട്. സോ ഞാൻ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തുടങ്ങണത് ഞാൻ അന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വാങ്ങിച്ച പ്രൊഡക്ട്സിനൊന്നും അങ്ങനെ വലിയൊരു എന്താ പറയുക പ്രൈസ് ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അന്ന് തന്നെ ഓർഡർ ആക്കി. പക്ഷേ കുറേ ഐറ്റംസിന് ഉണ്ട് കേട്ടോ, നല്ല രീതിയിൽ 40 രൂപ 50 രൂപ ഡിഫറൻസ്, 100 രൂപ വരെ ഡിഫറൻസ് ഉള്ള ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് പോയി വാങ്ങിച്ചോളൂ. അപ്പോൾ ഞാൻ വാങ്ങിച്ച ഐറ്റംസാണ് ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോണത്. സോ അത് പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടാണ്. സോ ഞാൻ ആദ്യം തന്നെ എല്ലാ വീഡിയോസും എടുത്തു വെച്ചു. അപ്പോൾ ഡ്യൂറേഷൻ കുറച്ച് കൂടുതലായിരുന്നു. സോ അത് പാർട്ട് 1ഉം പാർട്ട് 2 ആക്കി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇത്രയേ ഉള്ളൂ. അൺബോക്സ് ചെയ്ത് നോക്കാം ഗൈസ്. എൻ്റെ പാക്കേജ് ഇതാണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ഇപ്പോൾ സംഭവം വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് അൺബോക്സ് ചെയ്യാണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്ന് സംഭവം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം തന്നെ ഉണ്ടോ എന്ന് നോക്കാം. നയിക്കാൻ അങ്ങനെ ചതിക്കൊന്നുമില്ല. പിന്നെ ഇതൊക്കെ യൂസ് ചെയ്യാനുള്ള ഭയങ്കര ടെംപ്റ്റേഷൻ കൂടുതലായിട്ടിരിക്കണം. സോ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ പേപ്പറൊക്കെ കുറേ എടുത്ത് നമ്മൾ മാറ്റണം കേസ്. ഇതൊക്കെ ഭയങ്കര ഫസ്റ്റ് എൻ്റെ ബില്ലുണ്ട് കേട്ടോ. അതെന്താ എടുത്തത് എനിക്കറിയാൻ പാടില്ല, നമുക്ക് നോക്കാം. പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ടോണറാണ് കേട്ടോ ഫസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ ടോണർ ആദ്യമായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്കൊന്ന് കുറേ ഉണ്ട്, കുഞ്ഞിത് വരണോണ്ട് എന്താ നോക്കാം. ലിപ്സ്റ്റിക് ആയിരിക്കും കേട്ടോ, അല്ല മൂന്നും കൂടെ ഒരുമിച്ച് ആയിരുന്നത്. ലിപ്സ്റ്റിക് ഉണ്ട്, കോമ്പാക്ട് പൗഡർ ഉണ്ട്, പിന്നെ നമ്മുടെ ഇൻസൈറ്റിൻ്റെ ബ്ലഷ് ഉണ്ട്. മണ്ട യൂസ് ചെയ്യണ എല്ലാം തന്നെയല്ല. ഈ ഒരു ലിപ്സ്റ്റിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഇതിൻ്റെ ഷെയ്ഡ് ഇഷ്ടമായി. സോ ഞാൻ അത് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം അഫോർഡബിൾ ആണ്. പിന്നെ ഈ ഒരു കോമ്പാക്റ്റ് കുറേ നാളായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടാവാണ്ടിരുന്നൊരു സംഭവമാണ്. മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ കോമ്പാക്റ്റ് ഇടാറില്ല. സോ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള കോമ്പാക്റ്റ് തപ്പി നടന്നപ്പോഴാണ് ലൈറ്റിൻ്റെ ഈ ഒരെണ്ണം കിട്ടിയത്. സോ അതങ്ങനെ. പിന്നെ മേക്കപ്പ് ഫിക്സർ, ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഫിക്സർ സ്പ്രേ ആയിട്ടുള്ള ഒരെണ്ണം വാങ്ങിക്കണത്. അത് നമ്മുടെ ഇൻസൈറ്റിൻ്റെ ഇതും ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബിഗിനറിന് പറ്റിയ എല്ലാം ഒരു അഫോർഡബിൾ റേറ്റിലല്ലേ ബിഗിനേഴ്സ് എല്ലാം നോക്കുകയുള്ളൂ. അവർക്കൊക്കെ പറ്റിയതാണ് കേട്ടോ ഇത് മൂന്ന് ഭയങ്കര അഫോർഡബിളാണ്. പിന്നെ എനിക്ക് ഫേസിൽ കുറച്ച് ഡാർക്ക് സ്പോട്ടും ആക്നീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കുറച്ച് പ്രൊഡക്ട്സൊക്കെ ഞാൻ ഒരു 1-2 സാധനങ്ങൾ ഞാൻ പതിവില്ലാണ്ട് എൻ്റെ ഫേസിൽ യൂസ് ചെയ്തായിരുന്നു. അതിന് ശേഷമാണ് അപ്പോൾ ഏത് പ്രൊഡക്റ്റിൻ്റെ ആണെന്ന് ഇത് പ്രശ്നം മനസ്സിലാവണില്ല. എൻ്റെ ഫേസ് അത്യാവശ്യം ക്ലീൻ ആയിട്ടിരുന്നു. അത്യാവശ്യം കുറച്ച് പോഴ്സ് ഉണ്ടായിരുന്നെന്ന് മാത്രമേ ഉള്ളൊരു ഒരു സീൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ട്രീറ്റ് ചെയ്യണം, ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണം പ്രോപ്പറായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോയ്സ്ചറൈസർ ടോണർ കാര്യങ്ങളെല്ലാം വേണമല്ലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു സെറം വാങ്ങിച്ചിട്ടുണ്ട്, ഓർഡിനറിയുടെ സെറം. പിന്നെ ടോണർ, പ്ലമ്മിൻ്റെ ടോണറാണ് കേട്ടോ വാങ്ങിച്ചിട്ട്. പിന്നെ ഞാൻ ട്രൈ ആയിട്ടാണ് ഇൻസൈറ്റിൻ്റെ ഒരു ബ്ലഷ്. ഞാൻ ഇത്രയും നാളായിട്ട് ബ്ലഷായിട്ടൊരെണ്ണം യൂസ് ചെയ്തിട്ടില്ല. അതിന് പകരം ലിപ്സ്റ്റിക്കാണ് ബ്ലഷിൻ്റെ സ്ഥാനത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ബിഗിനേഴ്സിന് പറ്റിയ വേറൊരു ബ്ലഷാണ്. ജസ്റ്റ് 78 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഇൻസൈറ്റിൻ്റെ ഇതിന് ബ്ലഷിന്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ബ്ലഷൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കുഞ്ഞിതാണ് കേട്ടോ, സ്ട്രോബെറി ഡ്രിപ്പാണ്. 3.5 ഗ്രാംസേ ഉള്ളൂ. ഷെയ്ഡ് വന്നിട്ടതാ ഒരു ഷെയ്ഡാണ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ബ്രഷൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് നമുക്ക് ഫിംഗറും കൊണ്ട് തന്നെ. ഇതൊരു ക്രീമി ഫോർമാറ്റാണ് കേട്ടോ, പൗഡർ ടൈപ്പല്ല. കുറച്ച് ഓവറായി പോയി ഗൈസ് എടുത്തത്.
കൊള്ളാലേ, എനിക്കിഷ്ടമായി ഗൈസ്. അപ്പോൾ ബിഗിനേഴ്സിന് ഒരു മസ്റ്റ് ബൈ ബ്ലഷാണ് ഗൈസ് ഇത്. ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു ഷെയ്ഡ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തില്ല വെച്ചാൽ ഞാൻ സ്വന്തമായിട്ട് ബൈ ചെയ്തല്ല, ഫ്രണ്ടിൻ്റെ ഷെയ്ഡ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു ഇത് കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഞാൻ ലിപ്പിൽ ഓൾറെഡി ലിപ്സ്റ്റിക്ക് ഇട്ടേക്കണതുകൊണ്ട് നിങ്ങൾക്ക് ആ ഷെയ്ഡ് മനസ്സിലാവണമെന്നില്ല. കണ്ടോ, ഈ ഒരു ഷെയ്ഡാണ് ഗൈസ്. എല്ലാ ഷെയ്ഡും ചേരും, പക്ഷേ ഡസ്കി മീഡിയം ടോണിലുള്ളവർക്ക് ശരിക്കും ചേരും. ഞാനൊരു മീഡിയം ടോൺ ആയതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ചേരണുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതൊരിക്കലും ഡ്രൈ ആവില്ല. ഞാൻ ആദ്യമായിട്ടൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഡ്രൈ ആവാണ്ടിരിക്കുന്നത്, അടിപൊളിയായിട്ട് ഡ്രൈ ആയിട്ട് നമ്മുടെ ആ ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ട് ലിപ്സ് ഇരിക്കും കേട്ടോ. അത് ഭയങ്കര ഒരു ഗുണം. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാൻ കാരണം. പിന്നെ അത്യാവശ്യം 5 to 6 hours ഒക്കെ ലാസ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ ആ ഫസ്റ്റ് ടൈം ഇട്ട സമയത്ത് ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ലാസ്റ്റ് ചെയ്തതെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല റിവ്യൂ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു 250 സംതിങ് അതിൻ്റെ ഉള്ളിലുള്ളൂ, അതിൻ്റെ മേളിലേക്കില്ല. എനിക്ക് തോന്നുന്നു 220 rupees ഒക്കെയാന്ന് തോന്നുന്നു കേട്ടോ. ഇതിൽ 399 ആട്ടോ, അത്രയും റേറ്റ് ഇല്ല നമ്മുടെ നൈക്കയിൽ. പിന്നെ ഉള്ളത് ഈ LITയുടെ ഗ്ലോ കോമ്പാക്റ്റാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യണത്. സോ ഞാൻ കുറേ നാളായിട്ട് മേക്കപ്പ് ഒന്ന് ചെയ്യുമ്പോൾ കോമ്പാക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു കോമ്പാക്റ്റിൻ്റെ ആവശ്യം ഉണ്ടായി. സോ ഇത് വാങ്ങിച്ചു. ഇതും ബിഗിനേഴ്സിന് പറ്റിയൊരു കോമ്പാക്ട് പൗഡറാണ്. റേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് ജസ്റ്റ് ഒരു ഐ തിങ്ക് ഒരു 110 അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സ് എല്ലാവരും നോക്കുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ് ആയിരിക്കുമല്ലോ മേക്കപ്പിന് നോക്കുന്നത്. സോ ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് ട്രൈ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണം. സ്മെല്ലൊക്കെ കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ കവറിൽ ലോങ് ലാസ്റ്റിംഗ് ഗ്ലോ കോമ്പാക്റ്റ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിനും നല്ല രീതിയിൽ റിവ്യൂ ഉണ്ട്. ഞാൻ എല്ലാ പ്രോഡക്ട്സിൻ്റെ അത്യാവശ്യം റിവ്യൂ കാര്യങ്ങളും നോക്കിയിട്ടാണ് എല്ലാ പ്രോഡക്ട്സും എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നോക്കിയപ്പോഴും അന്യ ചൂട്. ഇതിൻ്റെ റിവ്യൂ നോക്കിയപ്പോഴും നല്ല പോസിറ്റീവ് റിവ്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ, കണ്ടില്ലേ ഒരു ഡിഫറൻസ് ഉണ്ടല്ലേ. ഇത് ശരിക്കും നല്ല ഡിഫറൻസ് ഉണ്ട് ഈ ഒരു കോമ്പാക്റ്റ്. നമുക്ക് മേക്കപ്പ് ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും ഡെയിലി വെയർ ആയിട്ട് ഒരു പൗഡർ ടാക്കം പൗഡറിന് പകരമായിട്ട് നമുക്ക് ഈ കോമ്പാക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാൻ മിററിൽ നോക്കിയിട്ടില്ല, പക്ഷേ ക്യാമറയിൽ നോക്കിയപ്പോൾ തന്നെ ഇതിലും മിറർ ഉണ്ടല്ലോ. കൊള്ളാം ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതും ഓർത്താണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, എന്തായാലും യൂസ് ചെയ്യാം. നമുക്ക് പെട്ടെന്നൊന്നും മേക്കപ്പൊന്നും ഇല്ലാണ്ട് മേക്കപ്പ് ഇടേണ്ട ഒരു സിറ്റുവേഷനിൽ മേക്കപ്പ് ഇടാൻ പറ്റാണ്ട് പോകേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പൗഡർ മാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ബേസിക്കലി എപ്പോഴും ഒരു ബ്ലഷ്, ഒരു ഐലൈനർ, ഒരു ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ടാണ് എപ്പോഴും അത്യാവശ്യം പുറത്തൊക്കെ പോകുന്നത്. ബ്ലഷ് ഇത്ര നാൾ ഉണ്ടായിരുന്നില്ല, ലിപ്സ്റ്റിക്ക് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് ബ്ലഷുമായി കോമ്പാക്റ്റുമായി. സോ ഗൈസ്, ഇൻസൈറ്റിൻ്റെ മേക്കപ്പ് ഫിക്സർ ഇതും ബിഗിനേഴ്സിന് പറ്റിയ ഒരു എന്താ